അങ്ങനെ അത് ആ ഒരു സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബേപ്പൂർ പുലിമുട്ടിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം ലീവ് ആയതുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവന് ഭയങ്കര വാശി ബീച്ചിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പിന്നെ അവൻ്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ചിലെത്തി ഞങ്ങൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി. എനിക്കും അവനും ഒരേപോലെ ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ അതെന്തായാലും വാങ്ങിക്കാറുണ്ട് ബീച്ചിൽ പോകുമ്പം. പിന്നെ അവിടെ ഒരു ആടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനെയാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ ചായ വരുന്നതും നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒരാൾ. ഞങ്ങൾ ഗ്രീൻ പീസും അതേപോലെ ചായയുമാണ് വാങ്ങിയിട്ടുള്ളത്. എവിടെ നിന്ന് ചായ കുടിച്ചാലും ബീച്ചിൽ നിന്ന് കുടിക്കുന്ന ആ ഒരു വൈബ് കിട്ടൂല അല്ലേ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ കുറേ കിളികളെ കണ്ടത്. അപ്പോൾ അച്ഛനും മോനും എന്നെ പോസ്റ്റാക്കിയിട്ട് അത് നോക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞേരെ പിന്നെ ഞങ്ങൾ ഐശ്വര്യത വാങ്ങി. അപ്പോഴാണ് അവൻ പറഞ്ഞത് അവന് വെള്ളത്തിലിറങ്ങണം എന്നുള്ളത്. അങ്ങനെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഓവർ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് കയറൂല, ഭയങ്കര വാശിയാണ്. ആളെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു സൺസെറ്റൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ബായ്, താങ്ക് യു.